ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു edu.com. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. നീലഗിരിയുടെ റാണി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. കാത്തിരിപ്പിൻ്റെ നീറ്റിലാണല്ലോ കൃഷ്ണഗാഥയിലെ വരികളിൽ. എന്നാൽ ഇതിലെന്താണ് പങ്കിടുന്നത്? കൂട്ടുകാരെ, നമ്മുടെ ഈ ചാപ്റ്ററിൽ എന്താണെന്ന് അറിയാമോ? ഇത് തികച്ചും ഒരു യാത്രാ വിവരണ കുറിപ്പാണ് കേട്ടോ. അതായത് വസ്തുനിഷ്ഠമായിട്ട് ഒരു കാര്യത്തെ അവതരിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഇതൊരു യാത്രാ വിവരണമാണെന്ന് അല്ലേ. യാത്ര എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണല്ലോ. യാത്ര പോകാൻ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ ഒരു യാത്രയെക്കുറിച്ച്, നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? വെറുതെ അങ്ങ് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ, രസകരമായിട്ട് പറയണം. അത്തരത്തിൽ നമ്മൾ രസകരമായിട്ടാണ് ഈ ഭാഗം വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ഒന്ന് വായിച്ചുതരാം. നീലഗിരിയുടെ റാണി ഒരു യാത്രാ അനുഭവമാണ് അല്ലേ. എല്ലാവർക്കും എന്താണ് നീലഗിരി എന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിൻ്റെ കിഴക്കേ അതിരിലൂടെ നീണ്ടു കിടക്കുന്ന മലനിരകളെയാണ് പശ്ചിമഘട്ടം എന്ന് വിളിക്കുക. കിഴക്കേ അതിരിലൂടെ, കിഴക്കെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഈ ഭാഗത്തല്ലേ. അതുപോലെ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ ഈ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ പടിഞ്ഞാറൻ അതിരായിട്ടാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഭാഗമാണ് ഈ നീലഗിരി മലനിരകൾ എന്ന് പറയുന്നത്. ഈ നീലഗിരി തമിഴ്നാട് സംസ്ഥാനത്തിലാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച്, അങ്ങോട്ട് യാത്ര പോയതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൂട്ടുകാർ ഊട്ടിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് അതൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു സങ്കല്പത്തിലായിരിക്കണം ഇത് നോക്കേണ്ടത്. ഇരുപുറവും പല വർണ്ണ പൂക്കൾ, പൂമ്പാറ്റകളുടെ അകമ്പടി, പാട്ടും കളികളുമായി മലമുകളിലോട്ട് കയറിപ്പോവുകയാണ് തീവണ്ടി. കിനാവ് കാണുകയാണോ? അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു. എന്നിട്ടും സ്വപ്നത്തിൻ്റെ ചിറകിൽ പാറി നടക്കുന്നത് പോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ, അമ്മയും അച്ഛനും മോനും ഞാനും. ഈ വെക്കേഷനിൽ യാത്ര പൈതൃക വണ്ടിയിലാവാം, അമ്മയാണ് നിർദ്ദേശിച്ചത്. എന്തു വണ്ടി? മോന് ഇടയ്ക്കു കയറി ചോദിച്ചു. നീലഗിരി മൗണ്ടൻ റെയിൽവേ, തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടി പാതയാണ്. 1908 പണി പൂർത്തിയാക്കിയതാണ് ഈ പാത. ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിനു പോകുന്നതിനായി നിർമ്മിച്ചതാണ്. ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തീവണ്ടിപ്പാത. മണിക്കൂറിൽ 15 കിലോമീറ്ററാണ് പരമാവധി വേഗത, അമ്മ വിശദീകരിച്ചു. കൂട്ടുകാരെ, എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ ഊട്ടിയിലോട്ടുള്ള തീവണ്ടി യാത്രയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ആരാ പോകുന്നത്? അമ്മയും അച്ഛനും മോനും ഞാനും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഞാനും എന്ന് പറയുന്ന ഒരു കുട്ടിയായിരിക്കുമല്ലോ. ആ കുട്ടിയുടെ വിവരണമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ തീവണ്ടിയിൽ പോയിട്ടുണ്ടോ? ഇനി ഊട്ടിയിലോട്ടുള്ള തീവണ്ടി യാത്ര നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? നല്ല രസകരമായിട്ടുള്ള യാത്രയാണ് കേട്ടോ. അവസരം കിട്ടിയാൽ കൂട്ടുകാർ എല്ലാവരും പോയി കാണണേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഇവിടെ പറയുന്നത്. ഊട്ടിയിലോട്ട് അവർ തീവണ്ടിയിൽ പോകുമ്പോൾ ചുറ്റുപാടുമുള്ള കാഴ്ചകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞതല്ലേ, നല്ല വർണ്ണ പൂക്കളുണ്ട്, പിന്നെ പൂമ്പാറ്റകളുണ്ട് അല്ലേ. നല്ല രസകരമായിട്ട് തീവണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു മായാലോകത്ത് പാറിപ്പറന്ന് നടക്കുന്നത് പോലെ ആർക്ക് തോന്നുന്നുണ്ട്? നമ്മുടെ കുട്ടിക്ക് തോന്നുന്നുണ്ട് അല്ലേ. ഇനി അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വെക്കേഷനിൽ നമുക്ക് പൈതൃക വണ്ടിയിൽ യാത്ര പോവാമെന്ന് പറയുകയാണ്. പൈതൃക വണ്ടി വാക്കുകൾ നിങ്ങൾ നോക്കി വെക്കുക. പൈതൃക വണ്ടി നിങ്ങളുടെ അറിയില്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ് പൈതൃക വണ്ടി എന്ന് പറഞ്ഞാൽ? ചരിത്രപരവും അതുപോലെ സാംസ്കാരികവുമായിട്ടുള്ള പ്രാധാന്യമുള്ളതും സംരക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള തീവണ്ടി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവ പലപ്പോഴും പഴയകാല സാങ്കേതിക വിദ്യകളെയും യാത്രാരീതികളെയും പ്രതിനിധീകരിക്കുന്നു. അതായത് ഈ തീവണ്ടി പഴയ കാലത്തെ കാര്യങ്ങളെയാണ്, അതായത് അന്നത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ നീലഗിരി മലയോര റെയിൽവേ, അതുപോലെ കൽക്ക ഷിംല റെയിൽവേ, ഇതിനൊക്കെ ഉദാഹരണങ്ങളാണ്. ഇതുപോലെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് ഇവയൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ ഉള്ള തീവണ്ടികളൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ മനോഹരമായിട്ട് പതുക്കെ പോകുന്നതൊക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ യാത്രാ ആവശ്യങ്ങൾക്ക്, അതുപോലെ ചരക്ക് നീക്കത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആധുനിക തീവണ്ടികൾ ഉണ്ടാവുമല്ലോ, അതിനെ പൈതൃക വണ്ടി എന്ന് വിശേഷിപ്പിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ചരിത്രപരമായിട്ടുള്ള അതുല്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ, സാംസ്കാരിക മൂല്യം എന്നിവയ്ക്ക് അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിൽ പൈതൃക വണ്ടി എന്ന് പേര് വരുന്നത്. അപ്പോൾ ഇവക്കൊക്കെ പഴയകാല എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളുടെയും അതുപോലെ ഒരു കാലഘട്ടത്തിലെ ഗതാഗത രീതികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ ഓർമ്മിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പൈതൃക വണ്ടി എന്ന് പറയുന്ന പേര് ഇവയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്നും കൂടി കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഏത് വണ്ടി എന്നാര് ചോദിക്കുന്നുണ്ട്? മോനു അല്ലേ, അനിയനായിരിക്കും. അപ്പോൾ മോനു ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ,
തമിഴ്നാട്ടിലെ എവിടുന്നാണ്? മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്കുള്ളൊരു തീവണ്ടി പാതയാണ് അല്ലേ. നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതെവിടെയാണ്? തമിഴ്നാട്ടിൽ. 1908 ആണ് ഇത് പൂർത്തിയാക്കിയിട്ട്, ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. അന്ന് ആരാണ് പൂർത്തിയാക്കിയത്? ബ്രിട്ടീഷുകാരാണ് അല്ലേ. അവർക്ക് എന്തിനായിരുന്നു? ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിന് പോകുന്നതിന് വേണ്ടി. ഊട്ടിയിൽ ഭയങ്കര തണുപ്പല്ലേ, അപ്പോൾ അവിടെ സുഖവാസത്തിന് ടൂർ പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്? ഒരു വണ്ടി അങ്ങോട്ടും ഉണ്ട്, ഒരു വണ്ടി ഇങ്ങോട്ടും ഉണ്ട് അല്ലേ. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് യാത്രയുണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടും കൂടിയുണ്ട് ഈ ഒരു നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്ന് പറയുന്ന ഈ ഒരു പാത. പിന്നെയോ മണിക്കൂറിൽ 15 കിലോമീറ്ററാണ് പരമാവധി വേഗത എന്നും കൂടി അമ്മ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് യുനെസ്കോയുടെ പൈതൃക പട്ടിക എന്ന് കൂട്ടുകാർക്കറിയാമോ? നമുക്ക് നോക്കിയാലോ. ലോകത്തിലെ എല്ലാ പ്രധാന രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ഐക്യരാഷ്ട്രസഭയെക്കുറിച്ചിട്ട്? ഇനി വലിയ കുട്ടികളാവുമ്പോൾ കൂട്ടുകാർ അതിനെക്കുറിച്ചൊക്കെ കേൾക്കും. ഓക്കെ. അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സമിതിയാണ് യുനെസ്കോ. അതിൻ്റെ ഒരു ഭാഗമാണ്, ഒരു സമിതിയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. ലോകത്തിലെ പല പ്രധാന സ്ഥലങ്ങളും അതുപോലെ കലാരൂപങ്ങളും ഉൾപ്പെടുത്തിയിട്ട് യുനെസ്കോ ഒരു പൈതൃക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം പറയുന്ന നമ്മുടെ ആ മലനിരകൾ എവിടെ ഉണ്ട്? ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പശ്ചിമഘട്ടം അല്ലേ. ആ പശ്ചിമഘട്ട മലനിരകൾ എവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ ഈ പശ്ചിമഘട്ട മലനിരകളിൽ എന്തെങ്കിലും സവിശേഷതകളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങൾ, പല ടൈപ്പ് സസ്യങ്ങൾ ഒക്കെ കൊണ്ട് സമ്പുഷ്ടമാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണത് പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗം പേജ് നമ്പർ 27 അത് നോക്കിയാലോ നമുക്ക്. വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോനവും മുഖം കറുപ്പിച്ചു. ഞങ്ങളില്ല. വേഗതയാണ് യാത്രയുടെ ത്രില്ല്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത്. ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ 15 കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രക്കൊരുങ്ങുമോ? ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. രാവിലെ 7:10 മേട്ടുപ്പാളയത്ത് നിന്ന് തീവണ്ടി പുറപ്പെടുക. 4 കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമുള്ള കൊച്ചു വണ്ടി. കണ്ടപ്പോൾ എനിക്കും മോനുവിനും ഒട്ടും രസിച്ചില്ല. കമ്പാർട്ട്മെൻറ്റുകളാവട്ടെ തീരെ ചെറുതും. 56 സീറ്റ് മാത്രം. ടോയ്ലറ്റ് പോലുമില്ല. എഞ്ചിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും. പുറപ്പെടാനുള്ള സമയത്തിന് മുമ്പ് തന്നെ കമ്പാർട്ട്മെൻറ്റുകൾ നിറഞ്ഞു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട്. പല പല ഭാഷ സംസാരിക്കുന്നവർ. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? തേരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്തു നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത്? അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. കൂട്ടുകാരെ, ഈ ഭാഗത്ത് എന്താ പറയുന്നത്? കുട്ടി യാത്ര ചെയ്തപ്പോൾ കുട്ടിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് കുട്ടി പറയുന്നതല്ലേ. എന്താണ്? രാവിലെ 7:10 തന്നെ തീവണ്ടിയിൽ കയറിയിട്ടുള്ള അല്ലേ, അവൻ്റെ അനുഭവമാണ് പറയുന്നത് അല്ലേ. അവൻ ഒട്ടും ഇഷ്ടമില്ലാതെയാണ് യാത്ര എന്ന് നമുക്ക് ഈ ഒരു വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ? ഒരു 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വണ്ടിയുള്ള കാലത്ത് വെറും 15 കിലോമീറ്റർ മാത്രം വേഗതയിൽ പോകുമ്പോൾ കുട്ടിക്ക് അതിലുള്ള നീരസം കുട്ടി പറയുകയാണ് അല്ലേ. അപ്പോൾ അമ്മ ടിക്കറ്റ് എടുത്ത കാര്യം പറയുന്നുണ്ട്. പിന്നെയോ പല നാട്ടിൽ നിന്നുള്ള ആളുകളും അത് കാണാൻ വന്നപ്പോൾ എന്തിനാ ഇവരൊക്കെ വന്നത് എന്ന് പോലും തോന്നിപ്പോകുന്നു എന്ന് ഈ കുട്ടി പറയാണ്. നമുക്ക് പേജ് നമ്പർ 28 എന്താ പറയുന്നത് നോക്കിയാലോ. കൂട്ടുകാരെ, ഇവിടെ നോക്കൂ, നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടു തുടങ്ങിയില്ലേ. മരങ്ങൾക്കിടയിലൂടെ മലകൾക്കിടയിലൂടെ പുറപ്പെടുകയാണ്. നമുക്ക് നോക്കാം. അവൻ തലകുലുക്കി ചിരിച്ചു. ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് നടിച്ചു. D1 കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ. ജനാലക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞാനും മോനുവും ചേർന്നിരുന്നു. കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു. വളരെ പതുക്കെയാണ് യാത്ര. കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി. അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ. മോനു തൻ്റെ പ്രതിഷേധം അറിയിച്ചു. അമ്മ അപ്പോഴും ചിരിച്ചതേ ഉള്ളൂ. ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവെ ഗൗരവക്കാരനായി ഇരിക്കാറുള്ളതാണ് അച്ഛൻ. അച്ഛൻ്റെ മുഖത്തു പോലും ഒരു കുസൃതി ചിരിയുണ്ട്. കൂക്കൂ കൂക്കൂ തീവണ്ടി, കൂകി നടക്കും തീവണ്ടി. മോനു അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി. ഞാനും കൂടെ കൂടി. അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി. ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ സ്റ്റേഷനിലെത്തി, കല്ലാർ. അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി. വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ്. ഇത് നാരോ ഗേജ് പാതയാണ്, അതായത് വീതി കുറഞ്ഞ തീവണ്ടി പാത. അച്ഛൻ വിശദീകരിച്ചു. ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ മാത്രം പോരാ. പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റാക്ക് വണ്ടിയിലെ പൽചക്രങ്ങളിൽ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത്. പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടി പാതയുണ്ടായാലേ വണ്ടിക്ക് മല കയറാനാവൂ.
ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപ്പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. കൂട്ടുകാരെ, ഈ വരികളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ കുട്ടിയുടെയും അവൻ്റെ അനിയൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ മനോഭാവങ്ങളാണല്ലേ. കുട്ടികൾ അവരുടെ അമർഷം രേഖപ്പെടുത്തുമ്പോൾ അമ്മയും അച്ഛനും എന്താണ് എല്ലാം ഒരു കുസൃതിച്ചിരിയോടെ അത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണല്ലേ. അവസാന പാരഗ്രാഫ് ആയപ്പോഴേക്കും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ ഈ പൈതൃക വണ്ടിയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലേ. എങ്ങനെയാണ് റെയിൽ പാളങ്ങൾ, എങ്ങനെയാണ് അവരെവിടെയാണ് എത്തിയത് എന്നൊക്കെ മനസ്സിലായില്ലേ. എങ്ങനെയാണ് വളരെ വീതി കുറഞ്ഞ പാലങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെയോ അതിന് പറയുന്നൊരു പേര് പറയുന്നത് എന്താണ്? നാരോ ഗേജ് പാത അല്ലേ. നാരോ ഗേജ്, ഈ വാക്കുകളൊക്കെ കൂട്ടുകാർ ശ്രദ്ധിച്ച് വെക്കണേ. വീതി കുറഞ്ഞ തീവണ്ടി പാതക്ക് പറയുന്നതാണ് നാരോ ഗേജ് പാത. ചുരുക്കി പറഞ്ഞാൽ ട്രെയിൻ പാളങ്ങൾ ഉണ്ടാവുമല്ലോ, അത് എത്രത്തോളം അകലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് കാണിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഗേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പല തരത്തിലുള്ള ഗേജുകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. മനസ്സിലാവാൻ ചെറുതായിട്ട് ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഗേജുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ബ്രോഡ് ഗേജ്, അത് വലിയ അകലങ്ങളെ തമ്മിൽ കാണിക്കുന്നതാണ് കേട്ടോ, വലിയ അകലം. പിന്നെ വേഗത വലിയ ഭാരം വഹിക്കുന്നതുമായിട്ടുള്ള ട്രെയിനുകളാണ് ഈ ഒരു ഗേജിന് ഉപയോഗിക്കുന്നത്. സാധാരണ യാത്ര ചെയ്യുന്നില്ലേ, അതൊക്കെ ഈ ബ്രോഡ് ഗേജിൽ പെട്ടതാണ്. പിന്നെയോ രണ്ടാമത് വരുന്നതാണ് മീറ്റർ ഗേജ് എന്ന് പറയുന്നത്. മീറ്റർ അകലത്തിൽ കാണിക്കുന്നതാണ് മീറ്റർ ഗേജ് എന്ന് പറയുന്നത് കേട്ടോ. പണ്ട് കാലത്താണ് ഇത് വ്യാപകമായിട്ട് എന്ത് ചെയ്തിരുന്നത്, ഈ മീറ്റർ ഗേജ് ഉപയോഗിച്ചിരിക്കും. ഇപ്പോൾ മിക്കവാറും ബ്രോഡ് ഗേജുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ മീറ്റർ ഗേജുകളെ. പിന്നെയുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ നാരോ ഗേജ് ചെറിയ അകലങ്ങളെ തമ്മിലാണ് ഒരു അകലത്തെ കാണിക്കുന്നതാണ് കേട്ടോ. പാളങ്ങൾ തമ്മിൽ വളരെ അകലം അല്ലേ, കുറഞ്ഞ അകലമുള്ള പാതകളാണ് ഈ നാരോ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ മലപ്രദേശങ്ങളിൽ, അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അങ്ങനെയുള്ള ചെറിയ ട്രെയിനുകൾ, ടോയ് ട്രെയിനുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഓടിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാളങ്ങളാണ്, അതായത് നാരോ ഗേജാണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ള സ്റ്റാൻഡേർഡ് ഗേജാണ്, അതായത് പൊതുവായ അകലം, ലോകത്ത് മിക്കയിടത്തും ഉപയോഗിക്കുന്ന ഗേജാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇന്ത്യയിലെ മെട്രോ ട്രെയിനുകളിലും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഗേജാണ്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ട്രെയിൻ പാളങ്ങളുടെ അളവുകളെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തോട്ട് പോയാലോ. പിന്നീട് എന്താ പറയുന്നത്, അടുത്ത പേജിലുണ്ടല്ലേ, എന്താ പറയുന്നത്, പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു റാക്ക് ഉണ്ട്. അത് വണ്ടിയിലെ പൽചക്രവുമായിട്ട് കൊളുത്തിയാലാണ് എന്ത് ചെയ്യുക, വണ്ടി മുന്നോട്ട് പോകുന്നത് എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെയോ പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുള്ള തീവണ്ടി പാത ഉണ്ടായാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വണ്ടിക്ക് മല കയറാൻ കഴിയുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഏറ്റവും വലിയ പ്രത്യേകത, ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്ന് പറയുന്നത്. കൂട്ടുകാരെ, നമ്മുടെ ഈ യാത്രാ വിവരണക്കുറിപ്പ് വായിക്കുമ്പോൾ ശരിക്കും കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കണേ. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴല്ലേ. അതെ, അപ്പോൾ ഈ കുട്ടി തൻ്റെ യാത്രാ വിവരണത്തിൽ ആദ്യം തൻ്റെ അനിഷ്ടങ്ങളൊക്കെ കുട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. പിന്നെയോ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതായത് അവർ അപ്പോഴത്തെ സന്ദർഭം വിവരിച്ചിട്ടില്ലേ, അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അവർ വിവരിച്ചിട്ടുണ്ട്. പിന്നെ ആ കുട്ടി ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെയോ തീവണ്ടിയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പറയുന്നുണ്ട് അല്ലേ. പ്രധാനപ്പെട്ട പ്രത്യേകതകളെല്ലാം വിവരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളും യാത്രാവിവരണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളും കൂടി പരിചയപ്പെടാം. വണ്ടി പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി. ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി. വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവാണ്. അമ്മേ, ഇത് നോക്കൂ. കൂറ്റൻ മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങുകൂട്ടത്തെ നോക്കി മോനു അമ്മയെ തോണ്ടി വിളിച്ചു. എനിക്കും പുറത്തുനിന്ന് കണ്ണെടുക്കാനായില്ല. മരങ്ങൾക്കിടയിലൂടെ ഓടി മറയുന്ന മുയലുകൾ, പൂത്തു നിൽക്കുന്ന ചെടികൾ, പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പല വർണ്ണ പൂമ്പാറ്റകൾ, അരുവികൾ പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വെക്കുന്ന പൂമരങ്ങൾ. ഒരു മഞ്ഞ പൂമ്പാറ്റ മോനുവിൻ്റെ കൈത്തണ്ടയിൽ വന്നിരുന്നു. അവൻ അതിനെ നോവിക്കാതെ ഒരു ഉമ്മ കൊടുത്തു. എത്ര പെട്ടെന്നാണ് പ്രകൃതി ആകെ മാറിയത്. ഇത്ര ചന്തമുള്ള കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര. ഇപ്പോൾ നാം പോകുന്നത് 100ാമത്തെ പാലത്തിലൂടെയാണ്. ഞാൻ എണ്ണിയിരുന്നു. മോനു അത്ഭുതം മറച്ചു വെക്കാതെ വിളിച്ചു പറഞ്ഞു. തൊട്ടടുത്തിരുന്ന ഒരു വിദേശി ഇതു കേട്ട് അവനു നേരെ കൈനീട്ടി. 100 ബ്രിഡ്ജസ്, അയാൾ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി. ഈ പാതയിലാകെ 250 പാലങ്ങളുണ്ടത്രേ. 16 തുരങ്കങ്ങളും 108 വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര. അഡർലി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി. അവിടെ മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. കാട്ടാനശല്യമാണ് കാരണം. ഏതായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറക്കുന്നത് ഇവിടെ നിന്നാണ്. കൂട്ടുകാരെ, പേജ് നമ്പർ 29 നിന്ന് നമുക്ക് എന്താണ് ഇപ്പോൾ മനസ്സിലായത്? നമ്മുടെ കുട്ടി
കണ്ട കാഴ്ചകളാണല്ലേ, മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അവൻ അവിടെ കണ്ടത്. പ്രകൃതി ആകെ മാറി. അവൻ അതുവരെ കണ്ട അവൻ്റെ മുൻവിധികളെല്ലാം അവൻ മാറ്റിവെച്ചിട്ടാണ് അവന് പിന്നീട് പറഞ്ഞതല്ലേ. എന്താണ്? തെങ്ങൾക്കിടയിലൂടെ മുയലുകൾ ഓടുന്നത് കണ്ടു, പിന്നെയോ പൂത്തു നിൽക്കുന്ന ചെടികളെ കണ്ടു, പൂക്കളിൽ നിന്നുള്ള പല വർണ്ണ പൂമ്പാറ്റകളെ കണ്ടു, പിന്നെയോ അരുവികളും പൂമരങ്ങളും, പിന്നെയോ ഒരു പൂമ്പാറ്റ വന്ന് മോനുവിൻ്റെ കയ്യിലിരുന്ന രസകരമായ നിമിഷങ്ങളും അവനവിടെ പറയുന്നുണ്ട്. നോക്കൂ കൂട്ടുകാരെ, ഇവിടെയുള്ള ഈ ചിത്രത്തിൽ നിന്നും കൂട്ടുകാർക്ക് അതെല്ലാം കാണാൻ കഴിയുന്നില്ലേ? പിന്നെന്താ ഇവിടെ പറയുന്നത്? അവർ 100ാമത്തെ പാലത്തിലൂടെയാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ടല്ലേ. അടുത്ത പേജിൽ പാലത്തിൻ്റെ പ്രത്യേകതകളാണല്ലോ പറഞ്ഞത്. 250 പാലങ്ങളുണ്ട് അവിടെ, പിന്നെയോ 16 തുരങ്കങ്ങൾ, 108 വലിയ വളവുകളും പിന്നിട്ടാണ് ഈ തീവണ്ടി പോകുന്നത് എന്നും കൂടി അവിടെ പറയുന്നുണ്ട്. പിന്നെയോ അഡർലി എന്ന സ്ഥലത്ത് അവിടെ വണ്ടി നിർത്തിയപ്പോൾ അവിടെ ആദ്യം ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ ഇപ്പോൾ അതെന്താണ്, ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല. എന്താണ്? മൃഗങ്ങൾ, വന്യമൃഗങ്ങളുടെ ശല്യം കാരണം, അല്ലെങ്കിൽ കാട്ടാന ശല്യം കാരണം അല്ലേ. എന്നിട്ട് അവിടെ നിന്നാണ് വെള്ളം നിറക്കുന്നത് എന്നും കൂടി പറഞ്ഞ് അവിടെ നിർത്തി. ഇനി ബാക്കി ഭാഗം നമുക്ക് നോക്കിയാലോ. ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി. പലപ്പോഴും തീവണ്ടി യാത്രക്കിടക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട്. തിരിച്ചു വരും വരെ എനിക്ക് പരിഭ്രമമാണ്. അച്ഛൻ വരും മുമ്പ് വണ്ടി വിട്ടാലോ? ഇവിടെയെല്ലാം വളരെ സാവധാനമാണ്, വളരെ ശാന്തവും. ഏറ്റവും രസമുള്ള സ്ഥലം റണ്ണിമിഡ് സ്റ്റേഷനാണ്. തെളിഞ്ഞ അരുവി, പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നിൻ ചെരിവ്, തലയിൽ മഞ്ഞു കിരീടം ചൂടിയ മല. അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ച ആവോളം പകർത്തി. പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി. മലമുകളിലെ പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധകനെ പോലെ എല്ലാവരെയും തോണ്ടി വിളിച്ചു. ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പറിച്ച് കോടമഞ്ഞിന് സമ്മാനിച്ചു. കൂട്ടുകാരെ, ട്രെയിനിനകത്ത് വെച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനിവിടെ വിശദമായിട്ട് തന്നെ നമുക്ക് രസകരമായി പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ഇനി ബാക്കി ഭാഗം നമുക്ക് നോക്കിയാലോ. കൂനൂർ എത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു. ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എഞ്ചിൻ മതി, അത് ഘടിപ്പിക്കാനാണ് നിർത്തിയിട്ടത്. അച്ഛൻ ഞങ്ങൾക്ക് കൂനൂരിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പേവിഷബാധക്കെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത്. മറ്റു വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ചു ദൂരമേ ഉള്ളൂ. കയറ്റവും കുറവാണ്. ഏതെല്ലാമോ സിനിമയിൽ കണ്ടു പരിചയം തോന്നിയ മായാലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ വണ്ടി ഊട്ടിയിലെത്തി. ഞങ്ങളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു. തീവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് ഇരുപുറവും ചേർന്നു നിന്നു. അമ്മ ഞങ്ങളെ ചേർത്തു നിർത്തി തോളിലിട്ട കമ്പിളി പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു. അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി. അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി. അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി. കൂട്ടുകാരെ, ഇവിടെ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ ഫസ്റ്റ് പറയുന്നത് ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണല്ലേ. ആരാണ് ലൂയി പാസ്റ്റർ എന്ന് അറിയാമോ? പേവിഷബാധക്കെതിരെയുള്ള ആദ്യമായി വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. അപ്പോൾ അങ്ങനെ വാക്സിനുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? കൂനൂരിലാണ്. അത് ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൂട്ടുകാരെ, ഇനി വാക്സിൻ എന്താണെന്ന് അറിയാമോ? ഒരു പ്രത്യേക രോഗം വരാതിരിക്കുന്നതിനായിട്ട് മുൻകൂട്ടി കൊടുക്കുന്ന മരുന്നാണ് പ്രതിരോധ മരുന്ന് അഥവാ വാക്സിൻ എന്നറിയപ്പെടുന്നത്. നിങ്ങളെല്ലാവരും പോളിയോ രോഗത്തിനെതിരായിട്ടുള്ള തുള്ളി മരുന്ന് കഴിച്ച് ഓർക്കുന്നുണ്ടോ? വയലിങ്ങനെ ഇറ്റിച്ചു തരും, ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കും. ഓക്കെ, ലോകത്ത് കോവിഡ് വ്യാപിച്ചപ്പോൾ അതിനെതിരെയായ വാക്സിൻ തയ്യാറാക്കി എല്ലാവരും അത് കുത്തിവെച്ചു. അങ്ങനെയാണ് നാം കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതുപോലെ പല രോഗങ്ങൾക്കും ഇന്ന് നാം പ്രതിരോധ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് എന്താ പറയുന്നത്? മുമ്പെങ്ങോ സിനിമയിലൊക്കെ കണ്ട പോലുള്ള അല്ലേ ഊട്ടിയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത് അല്ലേ. എത്ര അകലത്തിലാണെന്ന് പറയുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത് അല്ലേ. പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഊട്ടിയാണ്. ഊട്ടിയെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുന്നത്? റാണി എന്ന പേരിലാണ്. പിന്നീട് അവരൊരുമിച്ചുള്ളൊരു ഫോട്ടോയും കൂടി എടുത്തതോടെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ യാത്രാവിവരണം ഇഷ്ടമായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളും സ്വന്തമായിട്ടൊരു യാത്രാവിവരണം തയ്യാറാക്കി നോക്കണം. ഓക്കെ, നിങ്ങൾ പോയ സ്ഥലവും നിങ്ങൾ കണ്ട കാഴ്ചകളും എല്ലാം ഉൾപ്പെടുത്തി പാരഗ്രാഫായിട്ട് നല്ല രസകരമായിട്ടായിരിക്കണം നിങ്ങൾ ആ യാത്രാവിവരണം തയ്യാറാക്കേണ്ടത്. എല്ലാ കൂട്ടുകാരും അത്തരത്തിലൊരു യാത്രാവിവരണം തയ്യാറാക്കി നോക്കുമല്ലോ. പരീക്ഷയ്ക്ക് നമുക്കുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ യാത്രാവിവരണമായിരിക്കും കേട്ടോ. അപ്പോൾ കൂട്ടുകാർ എല്ലാവരും അത്തരത്തിലൊരു യാത്രാവിവരണം തയ്യാറാക്കി നോക്കണേ.
ഈ രീതിയിൽ ടീച്ചർ തയ്യാറാക്കിയ ഒരു യാത്രാവിവരണം കേട്ടു നോക്കിയാലോ. ഡൽഹിയിലെ ചെങ്കോട്ട, ഒരു മാന്ത്രിക അനുഭവം. എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നു ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് ഞാൻ പോയത്. ഈ യാത്ര തുടങ്ങിയത് ഞങ്ങളുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. വലിയൊരു തീവണ്ടിയിൽ കയറി ജനലിൻ്റെ അരികിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. വയലുകളും മരങ്ങളും ചെറിയ നഗരങ്ങളുമെല്ലാം മിന്നി മറഞ്ഞു പോയപ്പോൾ സമയം പോയതറിഞ്ഞില്ല. പുലർച്ചെയാണ് ഞങ്ങൾ ഡൽഹിയിലെത്തിയത്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് വാഹനങ്ങളും ആളുകളും നിറഞ്ഞ വലിയ തെരുവുകളാണ് ഞാൻ കണ്ടത്. ചെറിയ കടകളും വലിയ കെട്ടിടങ്ങളും കൊണ്ട് ഡൽഹി നഗരം തിരക്കിലായിരുന്നു. അവിടുത്തെ ആളുകൾ പല ഭാഷകൾ സംസാരിക്കുന്നത് കേട്ടു. പലതരം ഭക്ഷണങ്ങളുടെ മണം വന്നു. ഈ കാഴ്ചകളെല്ലാം എന്നെ അതിശയിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ചെങ്കോട്ടയുടെ മുന്നിലെത്തി. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ചുവന്ന കല്ലിൽ തീർത്ത ആ വലിയ കോട്ട എന്നെ അത്ഭുതപ്പെടുത്തി. മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന ഒരു കോട്ടയാണിതെന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കോട്ടയുടെ വലിയ വാതിലിലൂടെ അകത്തേക്ക് കടന്നപ്പോൾ വിശാലമായ മുറ്റവും മനോഹരമായ പൂന്തോട്ടങ്ങളും കണ്ടു. പഴയ കാലത്തെ കൊട്ടാരക്കെട്ടിടങ്ങളും ശില്പങ്ങളും കണ്ടപ്പോൾ നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. അവിടുത്തെ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി. ചെങ്കോട്ടയുടെ ഉള്ളിലെ ചെറിയ വഴികളിലൂടെ നടക്കുമ്പോൾ അവിടുത്തെ ശബ്ദങ്ങളും കാഴ്ചകളും എന്നെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതുപോലെ തോന്നി. ചെറിയതും എന്നാൽ മനോഹരവുമായ മോത്തി മസ്ജിദ് എന്നെ അത്ഭുതപ്പെടുത്തി. വെളുത്ത മാർബിളിൽ തീർത്ത ആ കൊച്ചു പള്ളി മുഗൾ വാസ്തുവിദ്യയുടെ സൂക്ഷ്മമായ സൗന്ദര്യത്തെ എനിക്ക് കാട്ടിത്തന്നു. കോട്ടയിലെ കൊട്ടാരങ്ങൾക്ക് തണുപ്പേകിയിരുന്ന നഹർ ഇ ബഹിഷത്ത്, സ്വർഗീയ അരുവി കണ്ടപ്പോൾ അന്നത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എത്ര മികച്ചതായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്ന് വെള്ളം ഒഴുകുന്നില്ലെങ്കിലും ആ ജലപാതയുടെ സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടു. ചെങ്കോട്ടയിലെ ഓരോ ചുവടുവെപ്പും ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു എനിക്ക്. ഓരോ കെട്ടിടത്തിനും ഓരോ കഥ പറയാനുണ്ടായിരുന്നു. മുഗൾ ചക്രവർത്തിമാരുടെ പ്രതാപവും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വരവും ഒടുവിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും എല്ലാം ആ ചുവന്ന മതിലുകൾക്കുള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഓരോ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന അതേ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ചെങ്കോട്ട കണ്ടിറങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഈ യാത്ര എൻ്റെ ഓർമ്മയിൽ എന്നും ഉണ്ടാകും. തീവണ്ടി യാത്രയും ഡൽഹിയിലെ തിരക്കുള്ള തെരുവുകളും അതിലേറെ മനോഹരമായ ചെങ്കോട്ടയും എനിക്ക് പുതിയൊരു ലോകം കാണിച്ചു തന്നു. കൂട്ടുകാർക്ക് യാത്രാവിവരണം ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങളും കൂടി ഒന്ന് പരിചയപ്പെടാം. കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി. മോനു ഇങ്ങനെ പറയാൻ കാരണമെന്ത്? അമ്മി കണ്ടിട്ടുണ്ടോ? ഇവിടെ അമ്മി എന്നത് ഭാരമുള്ളതും സാധാരണയായിട്ട് പതുക്കെ നീങ്ങുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ അനങ്ങാത്തതും ആയിട്ടുള്ള ഒരു കല്ലാണ്. അരകല്ല്, നമ്മൾ അരക്കാനൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കല്ലാണ് കേട്ടോ. അപ്പോൾ കാറ്റത്ത് അമ്മി പോലുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ കാറ്റ് വീശുന്നുണ്ടെങ്കിലും വണ്ടി ഒരു അമ്മി പോലെ അനങ്ങാതെ അല്ലെങ്കിൽ അങ്ങനെ പതുക്കെയാണ് നീങ്ങുന്നത് എന്നാണ് മോൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വണ്ടി വളരെ പതുക്കെയാണ് നീങ്ങുന്നത് എന്നതിലുള്ള തൻ്റെ അതൃപ്തിയും മുഷിപ്പും പ്രകടിപ്പിക്കാനാണ് മോനു കാറ്റത്ത് പോലും ഒരു അമ്മി പോലെ വേഗത കുറഞ്ഞ വണ്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ കൂട്ടുകാരെ. അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി. എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത്? എന്തുകൊണ്ടായിരിക്കാം? താല്പര്യമില്ലാതെയാണ് കുട്ടികൾ യാത്രയ്ക്ക് പോയത്. എന്നാൽ പിന്നീടാണ് യാത്രയുടെ രസം കുട്ടികൾക്ക് മനസ്സിലായതല്ലേ. ഇത് ആലോചിച്ചപ്പോൾ വെറുതെ അമ്മയെ കളിയാക്കിയെന്ന് തോന്നിയിരിക്കാം. അതുകൊണ്ടൊരു ചെറിയ ചമ്മലോടെ അല്ലേ അമ്മയെ നോക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായി? ഞാൻ പറഞ്ഞ പോലെ രസമായില്ലേ? നിങ്ങളെന്നെ കളിയാക്കിയതൊക്കെ വെറുതെ ആയില്ലേ? അതുപോലെ കടന്നൽ കുത്തിയ പോലെ ആയിരുന്നു പൈതൃക വണ്ടി എന്ന് കേട്ടപ്പോൾ ചിലരുടെ മുഖം ഇപ്പോൾ എന്തൊരു തെളിച്ചാണ് എന്നെല്ലാം അമ്മ പറയാതെ പറയുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അമ്മ കുസൃതിയോടെ കണ്ണിറുക്കുകയും ചെയ്തിട്ടുണ്ടാവുക. ഇതെല്ലാം ആലോചിച്ചപ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു ചമ്മൽ വന്നിട്ടുണ്ടാവും അല്ലേ? കൂട്ടുകാരെ, അവസാന ചോദ്യം ശ്രദ്ധിക്കൂ. ഈ യാത്രാവിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്? നമ്മൾ വായിച്ച യാത്രാവിവരണത്തിന് കൂട്ടുകാർ എന്തൊക്കെ സവിശേഷതകളാണ് കണ്ടത്? ഈ യാത്രാവിവരണത്തിന് ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഉണ്ടല്ലോ. കണ്ട സ്ഥലങ്ങൾ, കാഴ്ചകൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. പിന്നെയോ കാഴ്ചകൾ കണ്ടപ്പോഴുണ്ടാകുന്ന സന്തോഷം, സങ്കടം, ദേഷ്യം എന്നീ വികാരങ്ങളിൽ എഴുത്തിൽ പ്രകടമാകുന്നുണ്ട് അല്ലേ? എഴുത്തിൽ ആശയങ്ങളുടെ തുടർച്ചയുണ്ട്. ആവശ്യമായ ചിഹ്നങ്ങൾ, വാക്കകലം, വരിയകലം, ഖണ്ഡികയാക്കൽ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പാലിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഇതോടെ നമ്മുടെ 4ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ യൂണിറ്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കൂട്ടുകാരെ എല്ലാവരും പഠിക്കേണ്ട സമയമാണ്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. സീ യു അഗെയിൻ.